മുതലാളിത്ത ചെങ്ങാത്തത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എൻ ഷംസീറിനും CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം എന്ന വാർത്തയും പുറത്തുവരുന്നു. BJP ബന്ധമുള്ള വ്യവസായി ക്ലിഫ് ഹൗസിൽ കയറി ഇറങ്ങുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ചത് കരമന ജയൻ നേതാവാണ്. അദ്ദേഹത്തിനെതിരെ സംസ്ഥാന സെക്രട്ടറി അംഗം കരമന ഹരി സ്വരാജ് മുന്നറിയിപ്പ് നൽകിയെന്ന വിവരം പുറത്തുവരുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ അതീവ ഗൗരവമുള്ള ആരോപണം ഉയരുന്നു. തലസ്ഥാനത്തെ വ്യവസായമായി സ്പീക്കർ AM ഷംസീറിന് ബിസിനസ് ബന്ധമുണ്ടെന്ന വിമർശനവും ഉണ്ടായി. ഒപ്പം മേയറും കുടുംബവും നടു റോഡിൽ കാണിച്ചത് അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റമാണ്. പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പുണ്ടാക്കി. മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു, അത് പാർട്ടിക്ക് നാണക്കേടുണ്ടാകുമായിരുന്നു എന്നും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. അങ്ങനെ അതിരൂക്ഷമായ വിമർശനം കഴിഞ്ഞ കുറേ കാലങ്ങളായി തലസ്ഥാനത്തടക്കം നടക്കുന്ന സംഭവ വികാസങ്ങളിൽ പാർട്ടിക്കാർ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. VV അരുൺ ചേരുകയാണ്. അരുൺ, എനിക്ക് തോന്നുന്നത് ഈ സംസ്ഥാനത്തുടനീളം നടന്ന സമ്മേളനങ്ങളിൽ ഏറ്റവും അതിരൂക്ഷമായ വിമർശനം സംഭവിച്ചത് തിരുവനന്തപുരം ജില്ലയിലായിരിക്കും. കാരണം അവിടെ രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും പാർട്ടി തോറ്റു എന്നുള്ളത് നിർണായകമാണ്. തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും ഗംഭീര തോൽവി പാർട്ടി ഏറ്റുവാങ്ങിയ സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ വിമർശനത്തിൽ ഇവിടെ നടന്ന സംഭവവികാസങ്ങൾ കൂടി കാരണമായി ഈ തോൽവിയിൽ എന്നുള്ളതല്ലേ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്? അതിനപ്പുറത്തേക്ക് വലിയ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉണ്ടായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാലത്ത് മുഖ്യമന്ത്രിക്കെതിരെ ഏറ്റവും അധികം വിമർശനം ഉയരുന്ന ജില്ലാ കമ്മിറ്റികളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരം. അത് VS പിണറായി പോരിന്റെ കാലത്തായിരുന്നു. പക്ഷെ പിന്നീട് പൂർണ്ണമായും പിണറായി പക്ഷം ജില്ലയിൽ ആധിപത്യം പുലർത്തി. അതിനുശേഷം പിണറായി വിജയനെതിരെ ഇത്തരമൊരു വിമർശനം ജില്ലാ കമ്മിറ്റി ഉയർന്നത് ആദ്യമാണ്. അതിരൂക്ഷ വിമർശനം ആരോപണം. അതായത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന് ഒപ്പമുള്ളവർക്കും വ്യവസായികളുമായുള്ള ബന്ധമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടപ്പെട്ടത്. തലസ്ഥാനത്തെ ചില വ്യവസായികൾ ക്ലിഫ് ഹൗസിൽ കയറി ഇറങ്ങുകയാണ്. ഒരാൾക്ക് മുറ്റത്ത് വരെയാണ് സ്വാധീനമെങ്കിൽ മറ്റൊരാൾക്ക് അടുക്കളയിലാണ് സ്വാധീനം. ജില്ലയിലെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് ക്ലിഫ് ഹൗസിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ ഇവരുടെ ശുപാർശ വേണമെന്ന പരിഹാസവും യോഗത്തിൽ ഉണ്ടായി. ഈ ജില്ലാ കമ്മിറ്റി കരമന ഹരിയാണ് അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ തന്നെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് കമ്മിറ്റിയിൽ പങ്കെടുത്ത M സ്വരാജ് ഇടപെട്ടു. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വ്യക്തമായ തെളിവുകളോടെ വേണം ആരാണ് ആ വ്യവസായി എന്ന് പറയാൻ ഹരി തയ്യാറാകണമെന്ന് സ്വരാജ് ആവശ്യപ്പെട്ടു. എന്നാൽ ഹരി അതിന് തയ്യാറായില്ല. മറുപടി പറയുമ്പോഴാണ് M സ്വരാജ് ഇത്തരത്തിൽ ഉള്ള സമീപനങ്ങൾ ശരിയല്ല, ആരോപണങ്ങൾ ഉന്നയിക്കാം, വിമർശനങ്ങൾ ഉന്നയിക്കാം, പക്ഷെ അത് വ്യക്തിനിഷ്ഠമാകാൻ പാടില്ല. ഈ സമീപനത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഹരിക്കെതിരെ M സ്വരാജ് നൽകി. മറ്റൊരു രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നു. അതും മുതലാളിമാരുമായുള്ള ചങ്ങാത്തത്തിന്റെ പേരിൽ വിമർശനം നേരിടേണ്ടി വന്നത് നിയമസഭാ സ്പീക്കറും സംസ്ഥാന സമിതി അംഗവുമായ AN ഷംസീറിനാണ്. തലസ്ഥാനത്തെ ഒരു വ്യവസായി ബിസിനസ് ബന്ധമാണ് ഷംസീറിനുള്ളത്. അയാളാകട്ടെ അമിത്ഷായുടെ മകനടക്കമുള്ളവരെ കാറിൽ കയറ്റി നടക്കുന്നയാളാണ്. BJP നേതാക്കളോ കുടുംബാംഗങ്ങളോ തലസ്ഥാനത്ത് വന്നാൽ അവരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും മറ്റും കൊണ്ടുപോകുന്നത് ഈ വ്യവസായിയാണ്. അത്തരം ഒരാളുമായി എന്തിനാണ് ഷംസീറിന് ബന്ധം? എന്ത് ബന്ധമാണ് ഉള്ളത്? മാത്രവുമല്ല, അയാളോട് ഒരു ദേശാഭിമാനി പത്രം ചേർക്കാൻ പാർട്ടി പ്രവർത്തകർ പോയാൽ പോലും അതിന് കൂട്ടാക്കാത്തയാളാണ്. അത്തരം ഒരാളുമായാണ് സ്പീക്കർക്ക് ബന്ധമെന്ന വിമർശനം ഉയർന്നു വന്നു. മേയർക്കും അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLAക്കുമെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. മേയറും കുടുംബവും ഈ വ്യവസായിയുടെ പേര് വെളിപ്പെടുത്തണമെന്ന് സ്വരാജ് ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഷംസീറുമായി ബന്ധമുള്ള വ്യവസായിയും മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള വ്യവസായം ഒരാൾ തന്നെയാണോ അരുൺ? വ്യവസായിയുടെ പേര് അവിടെ ആരും പറഞ്ഞില്ല. വ്യവസായിയുടെ പേര് വെളിപ്പെടുത്തണമെന്ന് ആവശ്യം സ്വരാജിൽ തന്നെ ഉണ്ട്. പക്ഷെ അപ്പോഴും കരമന ഹരിയ അതിന് തയ്യാറായില്ല. സ്പീക്കർക്കെതിരെ വിമർശനം ഉന്നയിച്ചയാളും അതിന് തയ്യാറായിട്ടില്ല. അതിൽ ഒരാൾ ഒരു മദ്യ വ്യവസായിയാണ്, മറ്റൊരാൾ അത് CPMുമായി അടുത്ത് ബന്ധപ്പെടുന്ന ഒരു മദ്യവ്യവസായിയാണ്, മറ്റൊരാൾ ഒരു ഫാർമസിയുമായി ബന്ധപ്പെട്ട മരുന്ന് വിപണനവുമായി ബന്ധപ്പെട്ട തലസ്ഥാനത്തെ പ്രമുഖ വ്യവസായിയാണെന്നാണ് CPM കേന്ദ്രങ്ങൾ ലഭിക്കുന്ന സൂചന. മറ്റൊരാളുടെ പേര് കൂടി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് പുതുതായി തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യവസായിയാണ്. അത്തരത്തിൽ ഈ മുതലാളിമാരുമായുള്ള ചങ്ങാത്തം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നേരത്തെയൊന്നും അത്തരമൊരു ആരോപണം ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ കരമന ഹരി ഇത്തരമൊരു രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെക്കെതിരെ ഉന്നയിച്ചത്. കഴിഞ്ഞ കുറെ നാളുകളായി പാർട്ടിയുമായി അത്ര നല്ല ബന്ധത്തിലല്ലാതെ പോകുന്ന ഒരാൾ കൂടിയാണ് കരമന ഹരി എന്നതും ചേർത്ത് വായിക്കണം. ഇദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് CPM നൽകിയിട്ടുണ്ട്. അത് ഒരു MV ഗോവിന്ദൻ കൂടി പങ്കെടുത്ത ഒരു കമ്മിറ്റിയിൽ
നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിലും അതുപോലെ തന്നെ ചില പ്രകടനങ്ങളുടെ പേരിലുമായിരുന്നു അന്ന് ഈ ഷോക്കോസ് നൽകിയത്. ഇപ്പോൾ ഹരിക്കെതിരെ ഏതാണ്ട് നടപടി ഉറപ്പായിരിക്കും എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ അത്തരമൊരു സൂചനയാണ് എം സ്വരാജ് ജില്ലാ കമ്മിറ്റിയിൽ നൽകിയത്. ഈ മേയർക്കും സച്ചിൻ ദേവിനുമെതിരെയുള്ള വിമർശനം, MLA-ക്കുമെതിരെ വിമർശനവും പ്രധാനമാണല്ലോ. പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവമായി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതായി മാറുകയാണ്. മെമ്മറി കാർഡ് അടക്കം ഈ അംഗങ്ങൾ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. മേയർക്കും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് 2 ദിവസവും ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്. അതിൽ ഇന്നലെ കുറച്ചുകൂടി രൂക്ഷമായ വിമർശനം മേയർക്കെതിരെ ഉണ്ടായി. മേയറും കുടുംബവും അവിടെ കാട്ടിയ നടുറോഡിൽ കാണിച്ചത് ഗുണ്ടായിസമാണെന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും അഭിപ്രായമുണ്ടായി. മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണ്. പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പ് ഉണ്ടാക്കി. മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു. രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്ന് നേതാക്കൾ വിമർശിച്ചു. ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് ഭാഗ്യമെന്നാണ് ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കൾ തന്നെ പരിഹാസ രൂപേണ പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും മേയർക്കെതിരെ വലിയ വിമർശനം ആദ്യ ദിവസവും ഉണ്ടായിരുന്നു. നഗരസഭാ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. ഉചിതമായ തീരുമാനം നേതൃത്വം എടുക്കണമെന്ന അഭിപ്രായവും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തർക്കം കഴിഞ്ഞ മാസങ്ങളിൽ തലസ്ഥാനത്തുണ്ടായത് മന്ത്രി മുഹമ്മദ് റിയാസും കടകംപള്ളി നിന്നുള്ള തർക്കമാണ്. അതിൽ റിയാസിനെതിരെയായത് ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം. മന്ത്രിയുടെ പെരുമാറ്റം ഏതെങ്കിലും പണികൾ നടക്കുന്നില്ല എന്ന് ഉത്തരവാദിത്തമുള്ള നേതാക്കൾ പറഞ്ഞാൽ അവർക്ക് കരാറുകാരുമായി ബന്ധമെന്ന് ആരോപിക്കുന്നത് ശരിയല്ല. ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവിനെയും ജനപ്രതിനിധിയുമാണ് മന്ത്രി കരുനിഴൽ നിർത്തിയത്, സംശയനിഴൽ നിർത്തിയതെന്ന വിമർശനമാണ് റിയാസിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്. അതാണ് ഏതായാലും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെയും മറ്റും അതിരൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യവസായികളുമായി സ്പീക്കർ AM ഷംസീറിന് മുഖ്യമന്ത്രിക്കും മറ്റും വ്യവസായികളുമായി ബന്ധമുണ്ട്. ഈ വ്യവസായി BJP ബന്ധമുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഈ ദിവസങ്ങൾ ഉയർന്നു എന്നത് നിർണായകമാണ്. മറ്റൊന്ന് KSRTC